ഒരു നശിച്ച പട്ടി എന്നെ കടിച്ചു. പട്ടിയെ നശിച്ചതെന്ന് വിളിക്കാൻ പാടില്ല. സോറി. പത്മശ്രീ ഭരത് ഡോക്ടർ ശുനകൻ എന്നെ കടിച്ചു. എന്റെ അമ്മയുണ്ടല്ലോ എന്നെ 18ാമത്തെ വയസ്സിലാണ് പ്രസവിക്കുന്നത്. 18ാമത്തെ വയസ്സിൽ 18 ഗുണം 12 216 മാസത്തെ ഗർഭം. 18 വയസ്സ് പ്രായം എന്നെ പ്രസവിക്കുന്നത്. ഈ നശിച്ച പട്ടികളെ ഇവിടെ തുരത്താൻ വേണ്ടി ഞാൻ ഈ സമരം തുടരും. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അനിയൻ ഇരിക്കേ. എങ്ങനെ ഇരിക്കും? എന്റെ ഇരിക്കേണ്ട ഭാഗം പട്ടി ചിരിക്കുന്ന ഭാഗത്ത് ഇരിക്കുക. പിന്നെ ഞാൻ എങ്ങനെ ഇരിക്കും? എനിക്കാണെങ്കിൽ മൂട് കീറിയ നിക്കർ മാത്രമേ ഉള്ളായിരുന്നു. ഞാനിങ്ങനെ നടക്കുമ്പോ നിക്കറും ഇങ്ങനെ മുതലാ വിളിക്കുന്നില്ല. ഇങ്ങനെ വെക്കുമായിരുന്നു. ഒറ്റ ഒരുത്തൻ എന്റെ മുഖത്ത് നോക്കത്തില്ലായിരുന്നു. എങ്ങനെ മുഖത്ത് നോക്കും? പുറയിൽ ഇത്രയും വലിയ മെഗാ ഷോ നടക്കുന്നുണ്ടെ മുകളിലുള്ള മാട്ട കാണാൻ ആരും നോക്കും? ചൂടെടുത്തപ്പോ ഫാൻ നിലത്തിട്ടാ. ചൂടെടുത്ത ഫോൺ നിലത്താണ് ഇടാറ്. കാറ്റ് കിട്ടേണ്ട ഫാൻ ഇടുന്നത്. സ്വാതന്ത്ര്യത്തിന് നിനക്കും ഇതുപോലെ അവസരം വന്നില്ല. നീ എന്തിനാ പുറത്തിറങ്ങാത്ത? സ്വാതന്ത്ര്യത്തിന് എനിക്ക് തന്നെ ഇത് കിട്ടിയത്. മന്ത്രി എന്റെ അടുത്ത് വന്ന് പറഞ്ഞ് കൺഗ്രാജുലേഷൻസ് എന്ന്. അതെല്ലാരും പറയണ എന്നെ. എന്നിട്ട് ഞാൻ മെയിൻ ഗേറ്റ് കടക്കുന്നുമേ മന്ത്രിയുടെ മോതിരവും എന്നെ ഒറ്റ പിടിച്ചു. മന്ത്രിയുടെ മോതിരം മോട്ടിച്ച് എന്റെ പൊന്നോ നീ മണ്ടൻ തന്നെ കേട്ടാ. നീ അങ്ങനെ പട്ടികളെ സംരക്ഷിക്കുക മാത്രമല്ല പട്ടികളെ നമ്മൾ സ്വന്തം അച്ഛനെ പോലെ കാണേണ്ടതുണ്ട്. അച്ഛൻ ആഴ്ചക്ക് 2 ഇറച്ചിയൊക്കെ വാങ്ങി കൊടുക്കണം കേട്ടോ. അതെന്താ? ആഴ്ച കഴിഞ്ഞ എന്റെ ഇറച്ചിയാ തിന്നു. ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ വരെ എത്തിയെന്നറിയാവോ? അവിടെ നിന്ന് ഇവിടെ വരാൻ എന്തോ കഷ്ടപ്പാട്. ഡൊമിനിക്കിന്റെ മുഴുവനായിട്ടുള്ള പേര് അതിന്റെ മുഖത്ത് നോക്കി ഒരു പ്രാവശ്യം വിളിച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ശത്രുവിനെ കടിച്ചു കീറും. രണ്ടാമതൊരു പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ കടി നിർത്തുകയുള്ളൂ. ഡൊമിനിക് ബെഞ്ചമിൻ ബ്രൂണോ. ഡൊമിനിക് ബെഞ്ചമിൻ ബ്രൂണോ. നോക്കണ്ട, പട്ടി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. പുള്ളിയോട് പോയി സ്കൂൾ ഓഫ് ഡ്രാമ ക്ലാസ് എടുക്കാൻ പോയിക്കോ. ഒരു സ്കിറ്റ് എങ്ങനെ തെറ്റാതെ അവതരിപ്പിക്കാം എന്ന് വരും പുള്ളി. അതറിയത്തില്ല. 3 തവണ ക്ലാസ് തെറ്റിച്ചിട്ട് അവരവിടെ പിടിച്ചു നിർത്തിയേക്കുന്ന കേട്ടോ. എന്നൊക്കെ അറിയോ, എന്റെ വീടിന്റെ അടുത്തുള്ള LP സ്കൂളിലെ കുട്ടികൾ ഉദയസൂര്യനെ കാണണമെന്ന് പറയുമ്പോ ടീച്ചർമാർ എന്റെ വീട്ടിലൊക്കെ കൊണ്ടുവരുന്നത്. എന്റെ പൊക്കള് കാണിച്ചോട്ടെ. ഇഞ്ചക്ഷൻ വെച്ച് പൊക്കൾ ഉദയസൂര്യനെ മാറിയുണ്ട്. അയ്യോ സിനിമ ഭയങ്കര അഭിനയമാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഞാൻ സൂപ്പർ നിർത്തേ. അങ്ങനെ എഴുതിയാ നമ്മൾ വ്യത്യസ്തരാകുവോ? ഇല്ല. നിന്റെ അഭിനയം കൊള്ളത്തില്ല. നിന്റെ അഭിനയം കൊള്ളത്തില്ല. പട്ടിയില്ല. പട്ടി പിന്നെ ചെറ്റ നാറി. ചെറ്റ നാറി. കലക്കി ഇതിനകത്ത് പട്ടിണ്ട്. പിന്നെ തേങ്ങ പൊതിച്ച് അഗ്രി എടുത്ത് അതിനകത്തുനിന്ന് പിരിച്ച് കയറുണ്ടാക്കി ഞാൻ പലർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ കമ്പനിയാക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഞാനൊരു ഫേസ്ബുക്ക് ഉണ്ടാക്കി അതിനകത്ത് സ്വർണ്ണ പല്ല് വെച്ച് ഞാനൊരു ഫോട്ടോ ഇട്ടപ്പോ നിനക്ക് കുരു. അയ്യോ അങ്ങനെ ഞാൻ പോകുന്നു. ബൈ ബൈ.